ഹായ് ഗായ്സ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് തത്ത കഴിച്ചിട്ടേക്കുന്ന നമ്മുടെ തോട്ടത്തിലെ പയർ. ഇന്ന് ഞാൻ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളെ കൃഷ്ണു. പിന്നെ നമുക്ക് പുതിയതായിട്ട് കുറച്ച് വിത്തിനങ്ങളെ കിട്ടി. അതൊന്ന് നടുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മമ്മ രാവിലെ തന്നെ ചായ പോലും കുടിക്കാതെ ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ട്സ് കൊണ്ട് കൊടുത്തേക്കുന്ന വിത്തുകളാണ്. ഇന്നലെ രാത്രി വന്ന് അവർ കൊണ്ട് കൊടുത്തിട്ട് പോയി. രാവിലെ തന്നെ നടണമെന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ആൾ. ഇതുപോലെ നമ്മൾ 3 ദിവസത്തിന് മുമ്പേ കുഴിയൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. കുഴിയൊക്കെ എടുത്തിട്ട് അതിൽ കുറച്ച് കുമ്മായമൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുള്ള കുഴിയാണ് കേട്ടോ. ഈ കുമ്മായം ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള സൂക്ഷ്മജീവികളും ഇതിലുള്ള ജീവികളൊക്കെ ചത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുമ്മായം യൂസ് ചെയ്യുന്നത്. അപ്പം കുഴി നല്ല കറക്റ്റായിട്ട് കിടക്കും. ഒരുപാടങ്ങ് താക്കാൻ പാടില്ല. കുഴി എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മണ്ണ് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ പാടുള്ളൂ. അത് നമ്മുടെ സിംബക്കുട്ടനാണേ. ഇതേപോലെ നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മളതിൽ കുറച്ച് മാത്രം മണ്ണ് തൂക്കി കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് മണ്ണിനകത്ത് നമ്മൾ ഒരുപാട് ആർന്ന് വലുതായിട്ട് കുഴിയെടുത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മുള പൊട്ടി വരുന്നതിന് സമയമെടുക്കും. സോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുള പൊട്ടി വരും. അതാണ് നല്ലത്. ഇതുപോലെയാണ് നമ്മൾ ഫോളോ ചെയ്യാറ്. നിങ്ങളങ്ങനെ ഫോളോ ചെയ്ത് നോക്കും, നല്ല റിസൾട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ വിത്ത് മുള പൊട്ടി പുറത്തേക്ക് വരും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, കുറച്ച് മണ്ണ് തൂക്കി കൊടുക്കുക, അത്ര മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മളെ ഈ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു വിത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാടൊന്നും നട്ട് അങ്ങ് ആക്കാറില്ല. ഒരു 3-4 കുഴികളിൽ വെച്ച് നോക്കും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ഗൈസ്. ബൈ ഗൈസ്, ഇത്രയേ ഉള്ളൂ.